പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് കണ്ണൂരുള്ള നമ്മളെ സാബിക്കാന്റെ പെറ്റ് സ്റ്റേഷനിലേക്ക് പോവാണ്. ഒരുപാട് എക്സോട്ടിക് പെറ്റ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. കുറെ കാലം നമ്മൾ പോകണം എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മളെ കൂടെ മെയിൻ സാരഥി ശരത് ഉണ്ട്, പിന്നെ നവനീത് ഉണ്ട്, പിന്നെ ശ്രീരാജ് ഉണ്ട്. നമ്മുടെ വയനാട് ട്രിപ്പ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഈ വീഡിയോ എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റാക്കി വെക്കുക. അവിടത്തെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കാണാം. സോ നമുക്ക് അവിടെ കാണാം. തലശ്ശേരി കൊടുക്കണോ? എല്ലാവിധ ഇലക്ട്രിക്കൽ സാധനങ്ങളും മിതമായ നിരക്കിൽ വേണ്ട. അപ്പൊ നമ്മള് തലശ്ശേരി എത്തിയിട്ടുണ്ട്. ഇനി നല്ലൊരു ചായ കുടിക്കണം, നല്ലൊരു സ്പോട്ട് കയറിയിട്ട്. അപ്പൊ ഇതിൽ കൂടുതൽ നമ്മൾ വയനാട് ട്രിപ്പ് പോലെ റോഡ് ഇങ്ങനെ അധികം ഇങ്ങനെ കാണിക്കുന്നില്ല. കാരണം അവിടെ എത്തിയിട്ട് നമുക്ക് സ്പോട്ട് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് നേരെ ഇനി പോവാണ് കേട്ടോ. ഇനി ഒരു നല്ലൊരു ചായ സ്പോട്ട് തപ്പണം. ചായ കുടിക്കുന്നു, നമ്മൾ നേരെ പോകുന്നു. ഇപ്പൊ സമയം 10 മണി, 11 മണി അല്ല 10 മണി. ഓക്കെ, 10 മണി കേസ്. 10 മണിക്കാണ് നമ്മൾ 10 മണി. നമ്മള് പെട്രോളൊക്കെ അടിച്ച് മാഹിയിൽ ഇപ്പോൾ ഒരു സമാധാനമായി. നേരെ പോന്നെ. മാഹിയിൽ ഇന്നത്തെ പെട്രോളിന്റെ വില 93 രൂപ, 94 രൂപ റൗണ്ട് ആയിട്ട്. 4 നമുക്ക് 8 രൂപ, 8 അല്ല 10. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ്. തലശ്ശേരി റെസ്റ്റോറൻറ്റ്. ഇതിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു ഹോട്ടൽ. ഇതൊക്കെ നല്ലെന്തോ പാറ കേട്ടോ. ഫുഡ് ഒന്ന് കഴിച്ച് ചിക്കൻ കറി പോകട്ടെ. ചത്തിന് വിശപ്പ് കൂടുതലാണ് ഗൈസ്. സോ നമുക്ക് ഇനി ഇത് കഴിച്ചിട്ട് നേരെ ഇനി പോവാ ഗൈസ്. പൊറോട്ടനെ പറ്റി പറയും. നല്ലൊരു ഇതാണ്, പക്ഷെ നല്ല നല്ല മുരിഞ്ഞ പൊറോട്ട, അടിപൊളി പൊറോട്ട. കുഴപ്പമില്ല, ചിക്കൻ കറിക്കും കുഴപ്പമില്ല അല്ലേ? നൈസല്ലേ? ഓക്കെ, ഓൾ സെറ്റ് അല്ലേ? അപ്പൊ ഞാനും സെറ്റ്. ഇരണാവ് പാലം. ഓക്കെ, ഇപ്പൊ നമ്മള് ഇനിയിപ്പോ ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞാൽ മാട്ടൂൽ എത്തി. മാട്ടൂല് പെറ്റ് സ്റ്റേഷനിൽ എത്താനായി. പെറ്റ് സ്റ്റേഷൻ 5.5 കിലോമീറ്റർ സ്ട്രെയിറ്റ് അഹെഡ്. ഗൂഗിൾ മാപ്പ് അമ്മായി പറയാൻ നോക്കണ്ട, നേരെ വിടുക. അപ്പോൾ ഇനിയും ഒരു അടിപൊളി പാലോട് ഇവിടുന്ന് കയറാണ് കേട്ടോ. അപ്പോൾ 2 പാലുണ്ട്. ഇവിടുന്ന് 5 കിലോമീറ്റർ. ഏതാ മോനെ പിജും പൊളി. ഒന്നുകൂടി പറയ് ഇനി എന്താ വിചാരിച്ച്? ഒരുത്ത വിചാരിച്ചു പെറ്റ് സ്റ്റേഷൻ ദുബായിലേക്കുന്നു. പെറ്റ് സ്റ്റേഷനില് സാവിക്കാന്റെ വീടുണ്ട്. ഞാൻ ദുബായിലേക്കൊന്ന് വിചാരിച്ചു. പെറ്റ് സ്റ്റേഷൻ 3 കിലോമീറ്റർ ഉണ്ട് പെറ്റ് സ്റ്റേഷനിലേക്ക്. ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റ് ഇടാണ്. Let's go guys. Game zone നേരത്തെ നമുക്ക് കൂടെ ഇറങ്ങിയാലോ? പാമ്പുംകോണി ആംബിയൻസ് ഇട്ട് കളിക്കുന്നത്. യെസ്, പെറ്റ് സ്റ്റേഷൻ എത്തി ഗായ്സ്. നമ്മളെ സാവിക്കാന്റെ സ്വന്തം പെറ്റ് സ്റ്റേഷൻ. വീഡിയോ ആടുന്ന് എടുക്കുന്നുണ്ട്, വല്ല അറിയുന്നുണ്ടോ? ഇതാണ് ഗൈസ് പെറ്റ് സ്റ്റേഷൻ. ഓ ഫൈനലി വി റീച്ച്ഡ്. ഇതാണ് പെറ്റ് സ്റ്റേഷൻ. ഇത് പെറ്റ് സ്റ്റേഷൻ പാർക്കിംഗ് അല്ലേ? വേറെ ഉണ്ടോ? ഇല്ല, തന്നെ അവിടെ തന്നെ വെച്ചോ. ആടാ, ഫ്രീ പാർക്കിംഗ് ഒന്നും ഇല്ല. ആ ഉറപ്പാന്ന് തോന്നുന്നു. അവിടെ വെച്ചേ പെറ്റ് സ്റ്റേഷൻ ആണ് ഈ കാണുന്നത്. ഫുൾ പരിപാടിയൊക്കെ സെറ്റപ്പ് ആക്കി കേട്ടോ. ഈ റോക്ക് ടെക്സ്ചർ അടിപൊളിയാക്കില്ലേ മുമ്പ് ചെയ്തെടുത്തേ. അവിടെ കേട്ടിക്കുന്നു. ഇതിപ്പോ ഇവിടെ തുടങ്ങിയോണ്ട് ഇവർക്കൊരു വരുമാനമായില്ലേ? ഗുഡ് ജോബ് സബിക്ക. അതെന്താ നന്നായി, ചുറ്റുപാടുള്ളവർക്കൊക്കെ ഒരു ഉപകാരമായി, അവർക്കൊരു വരുമാനമായി. എന്തായാലും നന്നായി പെറ്റ് സ്റ്റേഷൻ തുടങ്ങിയോണ്ട്. ഇതാണ് നമ്മളെ പെറ്റ് സ്റ്റേഷനിൽ എത്തിട്ടോ. നമുക്ക് ടിക്കറ്റ് എടുക്കാം, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഇതാണ് പെറ്റ് സ്റ്റേഷൻ. ആനക്കുണ്ട്.
അത് കൊടുക്കൊന്നും വേണ്ട, ഇത് കാണിച്ചാൽ മതി. ടിക്കറ്റ് എത്ര? കയ്യിൽ വെച്ചോ, ഇതൊന്നായിട്ട് കയ്യിൽ വെച്ചാൽ ഇതൊന്നും കാണിക്കണ്ട. ടിക്കറ്റ് എടുത്താ? ടിക്കറ്റ് എത്ര? 150. ഇത് കാണിച്ചത് ഒന്ന് ചെയ്യാം. സോ നമ്മൾ ഇതിനകത്ത് കയറിയുണ്ട്. നമുക്ക് ഓരോന്നിനായിട്ട് കണ്ടു പോവാം. ആദ്യം നമുക്ക് ബോണിക്കുത്തിരനെ കാണാം. എന്നുറങ്ങ. ഇവിടെ ചെത്താനുണ്ട് പാപ്പാനില്ലാത്ത. നല്ല സ്റ്റേജ്. സ്ഥാപിക്കുന്നവിടെ ഇതെന്താ മണ്ണക്കൻ? ചാറണ്ടുള്ളതാണ്. ചാറണ്ടുള്ളതാ. ഇതിനെന്താ ഉള്ളത്? ഇതിനുള്ള എന്താ ഉള്ളത്? LED. ഇതിനുള്ള എന്താ ഉള്ളത്? LED. ഇവിടെ മഴയൊന്നല്ല, അത് മുടി കെട്ടിയതാണ്. അത് അങ്ങനത്തെ ഒരു ടൈപ്പ് തന്നെ. തലയില് ആരാപ്പേമനൊക്കെ തിന്നാൻ കൊടുക്കണ മോളിലാണ്. വീഡിയോ തിന്നാൻ കൊടുക്കുന്ന പ്ലാറ്റിനം കാറ്. പ്ലാറ്റിനം കാറ് നമ്മളിന്നലെ ഞാനിന്നലെ വാങ്ങിയതാ റെട്ടയില്. ഇതല്ലേ പ്ലാറ്റിനം കാറല്ലേ? റെട്ടയിലൊക്കെ ഉണ്ടെന്ന് ചെയ്തു. ആ പ്ലാറ്റിനം കാറ്. ബജ്ജി കോക്കട്ടും ഗാലാക്കോക്കട്ടിന് നല്ല വീടാണ്. ഗാലാക്കോക്കട്ടും ആഫ്രിക്കൻ ലവേഴ്സ്. ഇത് മറ്റേ സാധനം എക്ലറ്റസ്. ഇതിലെന്തോ കളറുള്ള എന്തോ മെയിലോ ഫീമെയിലോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പച്ചയാണോ? അത് എന്താ സ്റ്റാർലിംഗോ അങ്ങനത്തെ സാധനം. നല്ല സ്ഥലമാണ്. ഭംഗിയാണ്. ഇതിനൊക്കെ വളർത്താൻ പാടില്ല. ഗ്രേ പാരറ്റ്. റോസല്ല. നല്ല സ്ഥലമാണ്. ആമസോൺ പാരറ്റ്. ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് എടുക്കണല്ലോ ഉറക്കിയിട്ടാണ്. റിയോന്റെ കുടുംബക്കാര് സണ്ണ്
അല്ല നല്ലല്ലേ ജെൻഡേ കളറാ കുറച്ച് ഗ്രീൻ ഷെയ്ഡ് അല്ലേ ജെൻഡേ ഗ്രേ പാരന്റ് ഇതിനെ കുറിച്ച് വേണം പേടിയാണ് സാധനല്ല. അല്ലേ നമുക്ക് ഗ്രേ പാരന്റ് അല്ലേ ഗോറിക്കിന്റെ കാണേ എടാ ഇതാ നമ്മള് നേരത്തെ വന്ന് നോക്കിയില്ലേ ക്രിംസൺ ബെല്ലീഡ് ഈ സാധനം അത് ഞാൻ റിവൻ തൊടാൻ വേണ്ടിട്ട് നമുക്കിത് എടുക്കാനുള്ള ഒരു ചാൻസ് ജസ്റ്റ് മിസ്സായി പോയതാ. ഇതിനാണ് ഞാൻ പറഞ്ഞത് ക്രിംസൺ ബെല്ലീഡ് ഇതിനെ അന്ന് എടുക്കാന്ന് പറഞ്ഞത്. മുടിയുണ്ടോ ഇതെല്ലാം രസമാണ് ഇതിനൊക്കെ എന്ത് രസമാണ് ചെത്ത് കിളി നിങ്ങളെ വീട്ടിലുണ്ട് ഇതിന്റെ വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഇത് വീട്ടിലുണ്ട് ഇതിന്റെ മുകളിലല്ലേ ശരത്ത് കയറിയിരുന്നേ ഏറ്റവും ബുദ്ധിയുള്ള ജീവി നമ്മള് കഴുതാ കളിയാക്കി തന്നെയാണ് ഏറ്റവും ബുദ്ധിയുള്ള ജീവി ഇതവിടെ ബ്രീഡായ പട്ടിക്കോപ്പറൊക്കെ വാഹനൊക്കെ നീലവാഹന എനിക്ക് കിട്ടിയില്ല ചൂണ്ടലും. ആ ഏറ്റവും ചെറിയ പശുക്കുട്ടി അല്ല പശു മിനിയേച്ചർ ടോപ്പ്. ഇതിന്റെ അടുത്ത് നമുക്ക് സുഹറനെ കാണാം. സുഹറ കോട്ടിക്കാന്ന് പറഞ്ഞത് എന്റെ മോനെ ഇതില്ലേ ഇങ്ങനെ തുടരണ്ട അവർക്ക് ഇങ്ങനെ തുടർന്ന് സീനൊക്കെ ഉണ്ടെങ്കിലേ നടന്നോട്ടെ നമുക്ക് തീണ്ടോ തീണ്ട കാര്യമില്ല നമുക്ക് കഴിച്ചു കൊടുക്കണോ ചന്തി കാണിച്ചൊരു കേസ് സർക്കാരിന് അടലത് എങ്ങനെയായിരുന്നു പിള്ളേച്ച. നമുക്ക് ഓട്ട പക്ഷിയെ കാണാം. അതിന്റെ കാലങ്ങളൊക്കെ ചോട്ടിട്ട് നല്ല രസമുണ്ടാവും. ഞാൻ കാണല്ലോ എല്ലാ ശനിയാഴ്ച കാണല്ലോ എല്ലാ ശനിയാഴ്ച ഉണ്ടോ വീഡിയോ ഒറ്റപക്ഷീനെ എനിക്ക് അവിടെ പാലക്കാട് ഇതിന്റെ വീട്ടിലുണ്ടല്ലോ ഇത് പൈസ കൊടുത്തിട്ടില്ല ഞാൻ പൈസ തുടർന്ന് കുതിര നമ്മളെ തുടർന്ന് പക്ഷെ ആട് പറയിട്ടുണ്ട് എമ്മു നിനക്ക് റിട്ടേൺ വന്ന് അടിക്കട്ടോ ഇത് കുത്തു അന്ന് ഇപ്പുറത്തെ വീഡിയോ ബാക്കിൽ എന്നിട്ട് ഇത് കമ്പ്യൂട്ടറിലേക്ക് അടിക്കും ബോട്ടിലല്ലേ ഇപ്പൊ പേടിക്കണ്ട നമുക്ക് കാഴ്ചനൊക്കെ കേറിയത് ഇവിടെ നോക്കെടുത്ത് ടൈറ്റ് ആയിട്ട് നിൽക്കുന്നു. ആ ലൂസാക്കെ സ്പാനർ എടുത്ത് പോയി ഒന്നാക്കണ്ടായിരുന്നു. ഇത് സ്മോൾ കോണേഴ്സ് ആണ് കേട്ടോ ഗൈസ്. ആ ഇതാണ് ഞാൻ പറഞ്ഞത് ലോറി കിഡ്സ് നല്ല സ്ഥലമാണ്. നമ്മൾ ഇതിനൊന്ന് സെറ്റ് ആക്കണോ റിവ്യൂവിനൊരു കമ്പനിക്ക് നല്ല റേറ്റ് ഉണ്ടല്ലോ. ആ ഉണ്ട് ഒരു ചങ്ങായി ഉണ്ട് സെറ്റായി തരേണ്ട ഇഗ്വാന റെഡ് ഇഗ്വാന ഗ്രേ ഇഗ്വാന പാമ്പിന്റെ അടുത്തേക്ക് അടുത്ത ഗ്രേ പാരറ്റ് എടുക്കാൻ പോകുന്നു.
പെസന്റിന്റെ ഒരു കൂട്ടുണ്ട്. കരിമ്പിൽ കാരക്കോർസ് ഇവർക്ക് നൈറ്റ് തുറന്നു രാവിലെ ഫുള്ള് ഉറക്കിയായി. ഇതിനൊക്കെ നമുക്ക് വേറെ വീഡിയോ കാണാനാണ്ട്. ഓ ഈ റോട്ടിനെ കാണാം സീന് റോട്ട് ആയിരിക്കും. ഒരു തക്കൂട് ഹസ്കിയതായ പണ്ട് ഇവിടെ ഇതേപോലത്തെ റസ്കിനെ പാമ്പ് വെച്ചിട്ട് പടായില്ലേ ഇതേപോലത്തെ റസ്കിനെ ഇതാണ് ടർബോ. മറ്റേ ടോർക്ക് ഉണ്ടോ കുതിര ടോർക്കാ ഇത് ടർബോ മനസ്സിലാണ്. ടോർക്കത് കാണുന്നുണ്ടോ എന്തോ നടക്കുമ്പോ എന്നല്ല കണ്ണാസ് ഉണ്ടോ ഇതിനെ കാണുമ്പോ ഐസേജ് അല്ല ഐസേജ് മഡഗാസ്കർ അല്ല സിംഹത്തിന്റെ മൗഗ്ലി വന്നു. സെയിം ഫേസ് കട്ട് മാർമോസെറ്റ് മങ്കി. പുഷ്പേച്ച് കിവി പ്രകൃതിക്ക് ഏറ്റവും അലമ്പായിട്ടുള്ള സാധനമാണ് റെഡ് ഡിയർ സ്ലൈഡർ. അതിന് എന്താ എന്തൊക്കെയാണോ അല്ല എന്തോ സാൽമണല്ല എന്തോ സാധനം ഉണ്ട്. ഇത് മറ്റേ സാധനം എന്താ സൽക്കട്ട് അല്ലേ. ഇതൊക്കെ ബ്രേക്കിൻ്റെ ആയിട്ട് കാവിക്കാരെ വീടുണ്ടത് പറയാം. എത്ര ചെറുതാണ് നേരിട്ട് വന്ന് കാണുമ്പോൾ മനസ്സിലാവും നല്ല വലുതായി. മോണിറ്റർ ലിസാർഡിനെ കാണിച്ചത് ചാടി ചാടി കറങ്ങും ഗൈസ്. അടിപൊളി നല്ല രസമുണ്ട് കാണാൻ. നല്ല ഫ്രെയിം. ഓവറോൾ ഗൈസ് പെറ്റ് സ്റ്റേഷൻ അടിപൊളിയാണ്. അത്യാവശ്യം എക്സോട്ടിക് പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും നൈസാണ്. എല്ലാവരും വന്ന് കണ്ടു നോക്കാം. തീറ്റ ഉണ്ടോ എവിടെ തീറ്റ? ഓക്കെ അടിപൊളി. ചെറുത്തിന്റെ മെയിൻ സാധനമാണ്. നേരത്തെ പാലക്കാടുള്ള സാധനമാണ്. ഇതല്ലേ കൂടുതൽ സമയം ഉറങ്ങുന്ന സാധനം? ഫെററ്റ്. അമ്മോ ഇതല്ലേ മറ്റേ ഫെററ്റ്. അമ്മോ ഇത് മറ്റേ സ്മെല്ലിടുന്ന സാധനം. ഇതിന്റെ പേരെന്തിനാ? ഹണി ബാഡ്ജർ. ഹണി ബാഡ്ജർ അല്ലേ സ്കങ്ക് അല്ലേ? ഹണി ബാഡ്ജർ ഇതിനെ പോലത്തെ സാധനം. അതിനാരെയും പേടിയില്ലാത്തൊരു സാധനം അത്. ഇതെന്താ ഇത് പുഷ് ബേബി. ഇതൊക്കെ പുതിയ കൊണ്ടുവന്ന സാധനല്ലേ. ഇനി നമ്മളെ പ്രാവിന്റെ സാധനം. പഴയ പ്രാവ് മെമ്മറീസ് സാബിക്കാന്റെ. നല്ല ക്വാളിറ്റി ലാഹോർ. മുട്ടട്ട് നോക്കി മൂല മുട്ടട്ട് ലാഹോർ. എന്നാ അടയിരിക്കുന്നു.
അങ്ങൊക്കെ അത് എത്ര പ്രാവുണ്ടെന്ന് അറിയാം. ഫാൻസി ഒന്നുമില്ലേനു, ഫുള്ള് പറവ നാടനും. ഇത് ഫുള്ള് പ്രാവാണ് ഗൈസ്. പ്രാവ് ഒരു സ്പെഷ്യൽ വിധാനം. പൗഡർ നോക്ക്, പൗഡർ മുറിപ്പിച്ചൊക്കെ നോക്കി. അപ്പുറത്തല്ലേ നോക്കി, അപ്പുറത്തെ പൗഡർ വെക്കുന്നുണ്ടോ? അതിന് ഇറച്ചി കാണും. നല്ലോണം ബോൾ ചെയ്താ എന്തിനത് ഏറാടാ. അങ്ങനത്തെ ഒരു കോഴിയില്ലടാ, ഫ്രില്ല് കോഴി. ടിഷ്യൂ പേപ്പർ ഒട്ടും കിട്ടായിരിക്കും. ടിഷ്യൂ പേപ്പറോ? ഈ അടുത്തോടെ പ്രസവിച്ച് ഇല്ല എന്തായാലും കൊയ്പ്പും സാധനം എടുത്ത് ഇവിടുന്ന് പ്രസവിച്ച് വലിയ പെരിച്ചായ പോലെ. ഇതതിന്റെ അന്ന് പ്രസവിച്ചില്ലേ കുട്ടികളൊക്കെ. അത് കുട്ടിയാണത്. അതാ അവിടെതാ. ഇതിന്റെ ആഴ്ച പേര് വന്നുണ്ടോ? സെയ്ത്താൻ എന്നൊക്കെ ഇട്ടിരുന്ന സീരെ. സെയ്ത്താൻ എന്നൊക്കെയാണ് ആട്ടുന്നുണ്ടോ കളിക്കുന്നത്. അയ്യോ നല്ല സമയം കാണാൻ. ഇത് നമ്മളൊക്കെ കൊണ്ട് വരാത്ത സാബിക്കൊക്കെ വരുന്നുണ്ടായിരുന്നു എല്ലാം കൂടി. ഞാനൊക്കെ വരും. ഞാൻ അക്വാമേനോ? അക്വാമേ ഇവരൊക്കെ നേരം കാണാൻ എല്ലാം കൂടി വരുന്നേ. എല്ലാ 10-15 മല്ലന്മാർക്ക് ഞാൻ ആക്കി തരാം. ഫീഡ് ചെയ്യുന്ന സമയത്തേക്കാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾക്ക് അറിയണ സിക്ലറ്റ്സ് അല്ലേ. ബസ്സിനകത്ത് അതൊക്കെ റോച്ചസ് എന്തൊക്കെയോ സാധനങ്ങള്. പിന്നെ സ്കോർപ്പിയോളതാ. അതിന് മറ്റേ ആ ഒച്ച് അസത്രാമി ഇതൊക്കെ അടിപൊളി ടർട്ടിൽസ്. ഇതിനൊക്കെ പേരോർമ്മ. ഇത് അലിഗേറ്റർ സ്നാപ്പിംഗ് ടർട്ടില്ല. അത് അടിപൊളി. ഇത് വരെ എന്തോ ഒരു സ്റ്റോർ റൂം പോലത്തെ. ഇതൊക്കെ ഇടയ്ക്ക് വീഡിയോ കാണാലോ. നായ നാട മറിയണ്ടായി. ഇതൊരു വേറെ ശീല. ഹൈവേക്ക് അത് മഞ്ചാറിട്ടില്ലേ? നമ്മളെ ജഗന്റെ അടുത്തുണ്ട് ബാംഗ്ലൂരിലെ. ജഗൻ ബ്രോ, ഐ മിസ് യു. ഒരു ദിവസം വരാൻ ഇങ്ങോട്ട്. നമ്മൾ കണ്ട് വട്ടത്ത് കയറുന്നത്. ഇത് കമ്പോഡ് സ്കില്ലേ വേറെ കളറ്. മെല്ലെ ഓരോ സാധനങ്ങളായി സെറ്റ് ആകാം. ഇത് പൈത്തണല്ലേ? ഇതിനൊക്കെ നമ്മള് വോൾ പൈത്തണത്. അതല്ലേ ഇതിപ്പോ നമ്മള് തൊട്ടോക്കിയ സാധനമൊക്കെ അതാ. ഇവിടെ ആദ്യം ഒരു സാധനം ഉണ്ട് ഇവിടെ. ആദ്യം ഒരു കുറുപ്പോ അങ്ങനത്തെ വരുന്നത്. ആൽബിനോ കോൺസ്നേക്ക് അല്ലേ? ആറുണ്ടാവും. അതന്നെ അടുത്തന്നെ ഫീഡ് ചെയ്യുന്ന സാധനം. അത് പാലുടി നോക്ക്. നൈസല്ലേ? അടിപൊളി. എന്റെ എക്സ്പീരിയൻസ് അടിപൊളി. എന്റെ എക്സ്പീരിയൻസ് അടിപൊളി. ഇനിയിപ്പോ കഥ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെച്ചാല് പെറ്റ്സിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അടിപൊളിയായിരിക്കും. കാരണം നമ്മൾ കുറെ എന്താ പറയാ ഒരു ഇന്ത്യക്ക് സംബന്ധിച്ചൊക്കെ ഒരു മെന്റൽ റിലാക്സേഷൻ നമ്മൾ പെറ്റ്സ് ആയിട്ട് ഇങ്ങനെ അതിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക്. കാരണം കുറെ എക്സോട്ടിക് പെറ്റ്സിന്റെ ഒരു
ഒരു വെറൈറ്റി സംഭവങ്ങളോടെ ഉണ്ട്. തീറ്റ കൊടുത്തു, മീനിന്റെ തീറ്റ കൊടുത്തു. പക്ഷെ മീൻ തീറ്റെടുക്കുന്നത് അടിപൊളിയല്ലേ? എനിക്ക് മീനാണ് ഏറ്റവും ഇഷ്ടം. സാബിക്ക മീനിന്റെ വെറൈറ്റി നൈസ് ആയിട്ടോ. സോഷ്യൽ ടർട്ടിൽ, പിഗ്നോസ് ടർട്ടിൽ. ഇത് ബീഡറാണ്. ഇത് നമ്മളൊന്നും പോയി ഇറങ്ങണില്ലേ? ഇത് ഞാൻ എടുത്തിനോ? ഇത് ഗെക്കോന്റെ മുട്ടല്ലേ, ടെമ്പറേച്ചറിനനുസരിച്ച് ജെൻഡർ മാറും. അങ്ങനെയുണ്ട്. ചുരത്തവള, ബുൾഫ്രോഗ്. ഇത് മറ്റേ സാധനമാണ്, വലിയ ഇതിലൊക്കെ തിന്നൂലേ? വലിയ ഫ്രോഗ്. ബഡ്ജറ്റ് പൈസ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രോഗ്. സാധാരണ ടൗക്കൺ കുറച്ച് ലോങ് ആട്ടോ, കുറച്ച് ക്ലാരിറ്റി ഡ്രോപ്പ്, പിന്നെ ഇരുട്ടുള്ള സ്ഥലത്താണ്. ഇതാണ് ടാമറിൻ അല്ലേ? ടാമറിൻ മാർമോസെറ്റ്. ഒരു നല്ലൊരു എക്കോസിസ്റ്റം ഉണ്ട് ഇതിനുള്ള ടാരന്റുള്ള. വേറെന്താ രണ്ട് ജീവികൾ. ഇവിടുത്തെ ഒരു ഇത് കാണിക്കാൻ മറന്നു. ഇവിടുത്തെ ഒരു ഇതുണ്ട്, ഒരു സെറ്റപ്പ്, കേവ് സെറ്റപ്പ്. ഇത് അടിപൊളി കേട്ടോ. ഇത് പണിയെടുത്ത ഒപ്പരെ പേര് എനിക്കറിയില്ല, എന്നാലും സംഭവം അടിപൊളി, നൈസ്, അടിപൊളി സ്കീം കേട്ടോ. പെറ്റ് സ്റ്റേഷൻ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യാം. നമുക്ക് ശരിക്കും നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ ഷുഗർ ഗ്ലൈഡർ, എൻ്റെ പൊന്നോ, അത് നമ്മളതിലുണ്ടായിരുന്നു കേട്ടോ. ഈ സാധനം അടിപൊളിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് 2-3 കടി കിട്ടിയിട്ട് ഞാൻ പേടിച്ചിട്ട് ഒഴിവാക്കി. നമ്മുടെ അടുത്ത് ഈ നോർമൽ കളറല്ലേ, ആ കളറാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ലുട്ടിനെ പോലത്തെ കളറിന്റെ ഒരു ചെറിയ ഇതുണ്ട്, നമ്മളെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ചേർന്ന വെറ്റ്ബേലേക്ക് കേട്ടോ. വെറ്റ്ബേയിൽ ഒരുപാട് ആക്സറീസ് ഉണ്ട്, താല്പര്യമുള്ളവർക്ക് എന്തായാലും വാങ്ങാം. ഇവിടെ വെറ്റ് ആക്സറീസ് കാര്യങ്ങളൊക്കെ. നല്ലൊരു ബിരിയാണി കഴിക്കണം അല്ലേ? അപ്പോൾ ഈ നമ്മളങ്ങനെ ഇതിലൂടെയാണ് എക്സൈറ്റ് എത്തുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഫീഡ്ബാക്സ് ഒക്കെയാണ് കേട്ടോ. ഇവിടെ ഒരു വോളിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പെറ്റ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഓക്കെ. അതിനകത്ത് എന്താ ടോർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു പെറ്റ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാന്നുള്ളത്. ഫൈനലി എല്ലാം കണ്ടു, സെറ്റായി, കൃതാർത്ഥനായി. ടിക്കറ്റിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ടിക്കറ്റിൻ്റെ റേറ്റ് എങ്ങനെയാ? 150 റുപ്യ ടിക്കറ്റിന്. അതിൻ്റെ കൂടെ ഒരു പാസ്സും ഉണ്ടാവും. അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റം ട്രൈ ചെയ്താൽ. ആൻഡ് ഞാൻ പറഞ്ഞത് വെറുത്താണല്ലേ, വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, കുഴപ്പമില്ല, നൈസാണ്. പിന്നെ ഒരു സജഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടി ഈ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ബേർഡ്സ് ഇല്ലേ, അതിനൊക്കെ തന്നെ കുറച്ചുകൂടി വെച്ച് കഴിഞ്ഞാൽ, കയ്യിൽ വെക്കണമെന്നില്ല, എന്നാലും പുറത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ അങ്ങനെ ഒരേ ടൈപ്പ് മറ്റേ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കോവാണ് നിങ്ങളെ മാറി കൈമ തരുന്നത്. അതിന് പകരം വെറൈറ്റി മക്കോവനൊക്കെ തന്നു കഴിഞ്ഞാൽ നൈസായിരിക്കും. ആൻഡ് ബാക്കിയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. ആൻഡ് എല്ലാം എൻജോയ് ചെയ്ത് സെറ്റാണ് ഗൈസ്. നമുക്ക് ഒന്നാമത് പെറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അടിപൊളിയാണ്. പിന്നെ ഭയങ്കര നീറ്റാണ് കേട്ടോ, അത് എടുത്ത് പറയണം. ഒരു സാധനം പോലും നിലത്തില്ല, ഒക്കെ ക്ലീൻ ആൻഡ് നീറ്റ്, ഉള്ളിലൊക്കെ അടിപൊളി. അപ്പോൾ അതിൽ നമ്മൾ എന്തായാലും നല്ലൊരു ഇത് പറയണം. ഇവിടുത്തെ വർക്കേഴ്സിനും സ്റ്റാഫിനും എല്ലാവർക്കും ഒരു നല്ല പ്രോപ്പറായിട്ടെല്ലാം ചെയ്യുന്നതുകൊണ്ട് പരിപാടി നൈസാണ്.